ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുടി കൊഴിച്ചിലും അകാല നരയും തടയാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഈ ഒരു ഹെയർ പാക്ക് തലയിൽ താരനുള്ളവർക്ക് അത് അകറ്റാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെമ്പിച്ച മുടിയുള്ളവർക്ക് കറുപ്പ് നിറത്തിൽ മുടി വളരാനായിട്ടും ഇത് സഹായിക്കും. യാതൊരു കെമിക്കലും ചേരാത്ത ഒരു ഹെയർ പാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമുള്ള ഒരു ഔഷധ ചെടി തന്നെയാണ് കേട്ടോ കയ്യോന്നി. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നല്ലതായിട്ട് വളർന്ന് ഇപ്പോൾ ഉണ്ടാകും. ഇവിടെ നമ്മുടെ ഒരു ചെടിച്ചട്ടിയിൽ നിന്നായിരുന്നു നല്ല ഒരു ഹെൽത്തി ആയിട്ട് നിന്ന് പ്ലാന്റാണ്. വളമൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമ്മൾ വളർത്തിയതാണ്. അതാണ് ഇലയൊക്കെ നല്ല വലുതായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കേശ സംരക്ഷണത്തിന് പ്രകൃതി നൽകുന്ന ഒരു അമൂല്യമായിട്ടുള്ള സമ്മാനം തന്നെയാണ് കയ്യോന്നി. അപ്പോൾ ഇത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറിച്ച് കളയരുത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥലങ്ങളിൽ ഇതിന് വ്യത്യസ്ത പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പം നമ്മളിവിടെ കയ്യോന്നി എന്നാണ് പറയുന്നത്. ചിലർ കുഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് പറയുന്നത് എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മുടി സമൃദ്ധമായി കറുപ്പ് നിറത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു പ്രസിദ്ധമായ ഔഷധ സസ്യം തന്നെയാണിത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 ചെമ്പരത്തി പൂക്കൾ കൂടിയാണ്. ഇത് പതിവായിട്ട് നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിക്കുന്നത് താരനൊക്കെ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ചെമ്പരത്തി പൂവും കയ്യോന്നിയും ഒന്ന് കഴുകി എടുക്കണം. അതുപോലെ ഞെട്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം. ഞാനിതിവിടെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് അരച്ചെടുക്കാനായിട്ട് സൗകര്യത്തിന്. നമ്മളിതെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ചേർക്കാവുന്നതാണ്. ഇതിനിടയ്ക്കൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്ന് സെലക്ട് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് മിക്സിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയോ ഉപയോഗിച്ചിട്ടോ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് തന്നെ ഒരു സൂപ്പർ ഹെയർ പാക്കാണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനുള്ള ഒരു മികച്ച ഹെയർ പാക്കാണ്. ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1 സ്പൂൺ മൈലാഞ്ചി പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് കുറച്ച് സമയം വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ വൈകുന്നേരം ചെയ്ത് വെച്ചിട്ട് രാവിലെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഹെയർ പാക്ക് ഇടുവാണ്. അപ്പോൾ ഹെയർ പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി ചടയൊക്കെ കളഞ്ഞിരിക്കണം കേട്ടോ. അതിനുശേഷം പാക്ക് നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും നന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒത്തിരി നേരം ഈ ഹെയർ പാക്ക് ഇട്ട് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ചില ആൾക്കാർക്ക് നീരിറക്കം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. അവരവരുടെ ഒരു അവസ്ഥ അനുസരിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനൊരു 10-15 മിനിറ്റ് ഒക്കെ വെക്കാറുണ്ട് ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ. അതിനുശേഷം കഴുകിക്കളയും. ഒരുപാട് നേരം ഈ ഒരു ഹെയർ പാക്ക് പ്രത്യേകിച്ച് ഇടരുത്. കാര്യം കയ്യോന്നി എന്ന് പറയുന്നത് തണുപ്പാണ്. തലയ്ക്ക് നല്ല സുഖവും തണുപ്പും ഒക്കെ കിട്ടി സുഖമായിട്ട് ഉറങ്ങാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഈ ഹെയർ പാക്ക്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ഉറക്കം കുറവുള്ളവർക്ക് തീർച്ചയായിട്ടും ഇടയ്ക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് ലൈറ്റായിട്ടുള്ള വീര്യം കുറഞ്ഞിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം മുടി സ്വാഭാവികമായിട്ട് തന്നെ ഉണങ്ങാനായിട്ട് അനുവദിക്കുക. മുടി അഴിച്ചിട്ട് ഉണക്കിയെടുക്കുക. ഹെയർ ഡ്രയർ കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്ഥിരമായിട്ട് മുടി കഴിയതിന് ശേഷം ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അറിയാമല്ലോ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്